ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമൂനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വളരെ രുചികരമായ ഒരു മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ട് എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില ഈ കാട്ടുമല്ലി അറിയണ മല്ലിയാട്ടോ, കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കും. ഈ സവാള നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ് കേട്ടോ. ഈ തക്കാളി സോസ് കയ്യിലുള്ളവർക്ക് അത് ലേശം ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ തക്കാളി ജ്യൂസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റാട്ടോ നിങ്ങൾ ഉണ്ടാക്കിയാൽ. ഈ തക്കാളി പേസ്റ്റൊക്കെ ഉപയോഗിച്ച് അതിലേക്ക് ലേശം സോസും കൂടി വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നന്നായി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണ്, എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. ഓരോരുത്തരും എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. കാരണം മസാലയൊക്കെ ഒന്നിങ്ങനെ നല്ലോണം ലൂസായി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് മക്രോണി ഇടുമ്പോൾ എന്താണെന്നോ, മക്രോണിയിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി അതിലേക്കിടും. ഞാനിവിടെ കുറച്ച് കൂടുതൽ അളവിൽ മക്രോണി വേവിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം യൂസ് ചെയ്യണില്ല, ബാക്കി പിടിച്ചിട്ടെടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും തയ്യാറാക്കാമല്ലോ. നന്നായി ഇളക്കി ചേർത്ത് അപ്പോൾ നമ്മൾ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എത്ര കഴിച്ചാലും മടുക്കാത്തൊരു മക്രോണിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.